നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം നമുക്ക് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. 4.25 സെൻറ്റ് ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം വന്നിട്ടുണ്ട്. അങ്ങനെ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടാണ് നമുക്ക് ഈ കാണുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറി നമുക്ക് സഞ്ചരിച്ച് ചെയ്യാം. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റും. തൊട്ടടുത്തായിട്ട് നമുക്ക് വേറെ വീടുകളൊക്കെ പണി ചെയ്ത് വരുന്നുണ്ട്. 21 വില്ലാസ് നമുക്ക് ഉൾപ്പെടുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ഒട്ടുമിക്ക വീടുകൾ നമുക്ക് സെയിൽ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീട് നമുക്ക് ഇപ്പം ഏകദേശം പൂർത്തിയായി തീർന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള എക്സ്റ്റീരിയർ ലുക്കും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് വീട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പം കുറച്ചുകൂടെ എക്സ്റ്റീരിയർ ലുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. നമുക്ക് വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇതുപോലത്തെ വീടുകൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ഫ്രണ്ടിൽ നമുക്ക് ടാറിട്ട ഫ്രണ്ടേജ് വരുന്ന റോഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ട് എൻട്രൻസ് നമുക്ക് ഇത്രയും വീതിയുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് കിടക്കാം. ഈ കാണുന്ന പോലെ തന്നെ വീടിൻ്റെ കോമ്പൗണ്ട് മുഴുവനും നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഫ്രണ്ടേജിൽ വരുന്നത്. ഒരു കാർ ഒരു സുഖമായിട്ട് പാർക്കാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ വന്നിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. തൊട്ടടുത്തായിട്ട് കാണുന്ന ആദ്യം നമുക്ക് പൈപ്പ് കണക്ഷൻ, അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമുക്ക് കിണറിൻ്റെ ഒരു ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്ത് മുഴുവൻ നമുക്ക് ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്ക് ചെയ്തിട്ടുണ്ട്. 4.25 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ പണി ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീട്. മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വീട് നമുക്ക് കിഴക്ക് ദർശനമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വാസ്തുപ്രകാരം തന്നെയാണ് നമുക്ക് വീടെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് വന്നിട്ടുള്ളത്. 12x4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഒരു കോർണറിൽ അടിപൊളിയായിട്ടുള്ള സിറ്റ് ഔട്ടിൽ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ നമുക്കവിടെ വന്നിട്ടുണ്ട്. മുകളിൽ നമുക്ക് മാർബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. 2 സ്റ്റൂൺ വന്നിരിക്കുന്നത് നമുക്ക് ഫുള്ള് നമുക്ക് സ്റ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം ഹജീറിൻ്റെ ക്വാളിറ്റി ടൈൽസാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈനാണ് നമുക്ക് സിറ്റ് ഔട്ടിൻ്റെത് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ട് ഡോർ കാണുന്നതാണ്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല മനോഹരമായ ഒരു ലിവിങ് ഏരിയ ഉൾപ്പെടെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. 18x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ലിവിങ് ഏരിയയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു TV തന്നെ നമുക്കിവിടെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ TV യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് താഴെ നമുക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ TV യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഫ്ലോറിൽ നോക്കുമ്പോഴത്തേക്കും കജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന പോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ ഉൾപ്പെടെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും യൂസ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകാൻ ഇരിക്കുന്ന ഈ ഒരു പാത്വേയിലാണ് നമുക്ക് ഈ ഒരു പാർട്ടീഷൻ നമുക്ക് വന്നിട്ടുള്ളത്. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും പാർട്ടീഷനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ ഡിസൈനെ കൊടുത്തിട്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 10x12 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം ചേർന്ന് നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിൽ നമുക്ക്
ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വച്ചിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിക്കൊണ്ട് നല്ലൊരു മിററും അതുപോലെ തന്നെ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ടൊന്നും പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. അത് നമുക്ക് പാർട്ടീഷൻ ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഒരു എൻട്രൻസിൽ തന്നെ ഒരു സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളും കൊടുത്ത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒന്നാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് കിച്ചൺ നമുക്ക് വരുന്നത്. 10x8 നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ ഡയമെൻഷൻ നമുക്ക് വന്നിട്ടുള്ളത്. ഫ്ലോറിനായിട്ട് നമുക്ക് നല്ല മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ പാറ്റേൺ ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ കിച്ചൺ വർക്കൊക്കെ നല്ല മനോഹരമായ തീമൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചണിൻ്റെ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കിച്ചണിൻ്റെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ വർക്കുകളെല്ലാം ചെയ്തേക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് അതിനായിട്ട് ഒരുപാട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഈ ഒരു പോർഷൻ, കിച്ചണിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിൽ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു മോഡലാണ് വുഡൻ പാറ്റേൺ വരുന്ന ഈ ഒരു മോഡലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റിലാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4.25 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് വരുന്ന 4 ബെഡ്റൂം വരുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ട് നമുക്കിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വിശാലമായ മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമായിട്ട് വന്നിട്ടുള്ളത്. ഫ്ലോറിലെല്ലാം തന്നെ കസേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന റൂമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിങ്ങെല്ലാം തന്നെ കസേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 13x15 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമായ ഒരു റൂമും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഈ ഒരു റൂമിലത്തെ ബാത്റൂമിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ കാണുന്നത്. ഫ്ലോറിങ്ങിലൊക്കെ നമുക്ക് മാറ്റ് ഫിനിഷ് ചെയ്തിട്ട് പ്രീമിയം ടൈൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. എല്ലാം നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് യൂസ് ആക്കിയിരിക്കുന്നത്. നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമിലാണ് ഈ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂം. 10x11 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ ഒരു റൂം ഈ റൂമിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഫ്ലോറിങ്ങെല്ലാം നല്ല കസേരയുടെ ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് ഈ ഒരു പാറ്റേണിലെ വുഡൻ പാറ്റേൺ അതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം നമുക്ക് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഈ ഒരു റൂമിലത്തെ ബാത്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. വുഡ് വർക്കും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്കും നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. നല്ല പ്ലാവിൻ തടിയിലാണ് ഈ തടി വർക്കെല്ലാം നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടായിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഒരു അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും
ഇവിടെ നമുക്ക് ഒരു ബോക്സ് പോലത്തെ ഒരു മോഡൽ കാര്യങ്ങൾ ചെയ്യുന്ന അതിനകത്ത് നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയർ കയറി ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും ചെറിയൊരു സിറ്റിംഗ് ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് ചെറിയ ഫർഗോള മോഡൽ വരുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു വിൻഡോ പോലെ കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ തൊട്ട് താഴെ നമുക്ക് സിറ്റിംഗ് ഏരിയ ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു ഏരിയ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 10x12 ഡയമെൻഷൻ വരുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സെപ്പറേറ്റ് ഏരിയ അതുപോലെ തന്നെ ഒരു ഹാളും അതുപോലെ തന്നെ 2 റൂമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ടോപ്പിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് വുഡൻ പാറ്റേൺ തന്നെ ഈ ഒരു മെത്തേഡ് ഈ ഒരു മോഡലുള്ള രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കെല്ലാം നമ്മൾ ചെയ്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമായ രീതിയിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാളിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. ഇവിടെ നമുക്ക് ഫ്ലോറിംഗ് ആയിട്ട് തന്നെ കച്ചേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8x12 ഡയമെൻഷൻ വരുന്ന വിശാലമായ ഒരു ഏരിയ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഫർഗോള മോഡൽ വരുന്ന ഒരു വിൻഡോ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയ മാസ്റ്റർ ബെഡ്റൂം നമുക്കിവിടെ വന്നിട്ടുണ്ട്. 14x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. താഴെ കണ്ടതുപോലെ തന്നെ ഒരു വീതിയുള്ള ഒരു റൂമും അതുപോലെ തന്നെ വാൾറൂംസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്ലോറിനായിട്ട് അതിൻ്റെ ക്വാളിറ്റി ടൈൽസ് എങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു പാറ്റേണുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അതും നമുക്ക് വുഡൻ പാറ്റേൺ എന്ന ഒരു രീതി അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് നമുക്ക് വന്നേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്ത് ഫിറ്റിംഗ്സ് ആയിട്ട് എല്ലാം യൂസ് ആക്കിയിരിക്കുന്നത്. ഫ്ലോറിനായിട്ട് നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് കാര്യങ്ങൾ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വെച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ്. അപ്പം നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മളീ പോകുന്നത്. ഈ കാണുന്ന പോലെ തന്നെ വിശാലമായ റൂം ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണിത്. നല്ല വിശാലമായ റൂം തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗായിട്ട് നല്ല ചെറിയ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമുക്ക് ഈ റൂമിലെ വാൾറൂംസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഫോൾ സീലിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വുഡൻ പാറ്റേൺ വരുന്ന ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് നമുക്കിവിടെ ബാത്റൂമിൽ നമുക്കിവിടെ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ടൈലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലത്തെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ടൈൽസും യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ വച്ചിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലൂടെ പോവാം. നമുക്ക് നേരത്തെ കണ്ട ഈ ഒരു ലിവിങ് ഏരിയയുടെ ചേർന്നിട്ടാണ് നമുക്ക് ഒരു ബാൽക്കണി നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന് നമുക്ക് ബാൽക്കണി വരുന്നത്. നല്ല സ്റ്റീലിലെ ബാർസും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിൽ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ. നമുക്ക് ഹാൻഡിൽസ് എല്ലാം നമുക്ക് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്.
ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് ഹജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ പോലെ നമുക്ക് ഒരുപാട് വില്ലാസ്, നമുക്ക് 21 വില്ലാസ് വരെ തൊട്ടടുത്തായിട്ട് പണി ചെയ്ത് തീർന്ന് വരുന്ന ഒരു ഏരിയാസ് നമുക്കിവിടെ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗിൽ നമുക്ക് വന്നിരിക്കുന്നത് ഇതുപോലെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടുന്ന നല്ല മനോഹരമായ 4.25 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ പണി തീർത്ത 4 ബെഡ്റൂം വരുന്ന, അതും ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉൾപ്പെടെ വരുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 65 ലക്ഷമാണ്. 65 lakhs ആണ്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും. കറക്റ്റ് സ്ഥലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ്. കാവിൻപുറം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറി റെസിഡൻഷ്യൽ ഏരിയയിൽ പണിതീർത്ത വില്ല പ്രോപ്പർട്ടീസിലെ ഒരു വില്ലയാണ് നമുക്ക് കണ്ടുകൊണ്ടിരുന്ന ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ 4.25 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ പണിതീർത്ത് 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 65 ലക്ഷമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രൈസ് വെറും 65 ലക്ഷമാണ്. 65 lakhs ആണ്. ഈ പറഞ്ഞ പ്രൈസ് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നെഗോഷ്യബിൾ പ്രൈസ് റേഞ്ച് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.